അല്ല ഇപ്പൊക്കെ വരുമോ? ഇയാളൊക്കെ ഇപ്പൊ വരിക എന്നാലും ഒരിക്കലും സമയത്തിന് വരികയില്ല. നമ്മളായിട്ട് ഇങ്ങനെ സ്വീപ്പാക്കുക. അല്ലെങ്കിൽ ചെറിയോടൊക്കെ കണ്ടപ്പോ കണ്ടോ ഏടിയൊക്കെ പോകുന്നുണ്ടാവാൻ അല്ലെങ്കിൽ അല്ലെങ്കിലും കൃത്യസമയത്തെത്തുന്ന പരിപാടിയൊക്കെ പണ്ടേ ഇല്ല. വിചാരിച്ച പോലെ എത്താൻ കഴിഞ്ഞില്ല. കുറച്ച് വഴി നിങ്ങൾ നേരത്തെ എത്തിയില്ലേ? ലോകത്ത് ഉറപ്പിച്ച വില്ലനൊക്കെയേനു. പക്ഷേ ഇപ്പൊ പണ്ടത്തെ പോലെ അങ്ങ് ഏശുന്നില്ല. ആർക്കും ഒരു പേടിയില്ല, ഒരു മാസ്കും വെക്കുന്നില്ല. എന്നാലും ആടിയുടെ ഒക്കെ ഇപ്പം ഞാൻ ഉണ്ട്. അല്ല ഞാൻ ഇപ്പൊ എങ്ങോട്ടാ പോണ്ടേ? നിനക്ക് എവിടെയും പോവാം. എവിടെയും വൈറസ് കുടുംബത്തിന് പേര് ദോഷം വരുത്താൻ നടക്കും. ആ നിങ്ങളെയൊക്കെ സ്ഥിതി എന്താണ്? ഞാൻ പേരാമ്പ്ര ഭാഗത്ത് തന്നെ പോണെന്നാ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ മലപ്പുറം. എങ്ങോട്ടാ പോണ്ടത്? നീ എവിടെ പോയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. നല്ല മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. നിന്റെ കാര്യം പോക്ക. ഇവനാ കിഴമൻ. ആരും അറിയാണ്ട വരിക. വന്നാലോ പിടികൂടിയപ്പോൾ പണി കൊടുക്കുകയും ചെയ്യും. ആരും അറിയാതെ വെള്ളത്തിലങ്ങനെ പോകുന്നു. ആ ചോദിക്കാൻ മറന്നു, ഈഡിസ് കുമാരി എന്തു പറയുന്നു? ഈ ആരോഗ്യ പ്രവർത്തകരെ കൊണ്ട് യാതൊരു രക്ഷയില്ല. കൂട്ടത്തോടെ വന്ന് എല്ലാം നശിപ്പിക്കുക. എന്നാലും ആൾക്കാർ അവിടെയും ഇവിടെയും വെള്ളം കെട്ടി നിർത്തുന്നത് കൊണ്ട് ഞങ്ങൾ കുടുംബത്തോടെ രക്ഷപ്പെട്ടു പോകുന്നു. തിരക്കിനിടയിൽ ചോദിക്കാൻ മറന്നു, നിങ്ങളുടെ അവസ്ഥ എന്താ? ചളികളിലൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ട്, ഞാൻ രക്ഷപ്പെട്ടു പോകുന്നു. അല്ല, ഇയാളൊന്നും പറഞ്ഞില്ലല്ലോ. ജലദോഷം വന്നാലും പനി വന്നാലും പേര് ദോഷം തീർത്തിരിക്കുക. എന്നാ പിന്നെ പണി തുടങ്ങിയ എല്ലാവരും കൂടി ഇവർ നിങ്ങൾ കെട്ടിന്റെ പിടി നിന്നുകൊണ്ടിരിക്കും. പക്ഷേ സൂക്ഷിക്കേണ്ടത് നിങ്ങളാണ്. കേരളത്തിലെ ആരോഗ്യവകുപ്പ് നിങ്ങളോടൊപ്പം പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ സജീവമാകും.